ലിവർപൂളിന്റെ പോർച്ചുഗൽ താരം ഡിയാഗോ ജോട്ടയുടെ മരണത്തിന് കാരണമായ കാർ അപകടം സംഭവിച്ചത് ഇംഗ്ലണ്ടിലേക്കുള്ള യാത്രാ ബോട്ട് പിടിക്കാനുള്ള യാത്രക്കിടെയെന്ന് റിപ്പോർട്ട്. അടുത്തിടെ ശ്വാസകോശ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായ ജോട്ടയോട് വിമാനയാത്ര വേണ്ട എന്ന് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. ഇതോടെ കരമാർഗം ലിവർപൂളിലേക്ക് സഞ്ചരിക്കാമെന്നായി. ഇടയിലുള്ള ചെറിയ കടൽ ദൂരം സാന്താൻഡറിൽ നിന്ന് രാത്രി പുറപ്പെടുന്ന ഫെറിയിൽ പിന്നിടാനായിരുന്നു ഉദ്ദേശം. തിങ്കളാഴ്ച ലിവർപൂളിന്റെ പ്രീ സീസൺ പരിശീലനം തുടങ്ങാനിരിക്കെയാണ് ജോട്ടയും ഇളയ സഹോദരൻ ആന്ദ്രയും ബോട്ടിൽ മറുകരയിലെത്താൻ തീരുമാനിച്ചത്. കാറും ബോട്ടിൽ കയറ്റി യുകെയിലെത്തിച്ച ശേഷം കരമാർഗം ലിവർപൂളിലേക്ക് യാത്ര തുടരാനായിരുന്നു പദ്ധതി. എന്നാൽ സാന്താൻഡറിൽ എത്തുന്നതിന് മുമ്പ് സ്പാനിഷ് പ്രവിശ്യയായ സമോറയിൽ പ്രാദേശിക സമയം രാത്രി 12:30 ജോട്ട ഓടിച്ചിരുന്ന ലാംബോർഗിനി കാർ നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടു. മറ്റൊരു കാറിനെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ ടയർ പൊട്ടിത്തെറിക്കുകയും പിന്നാലെ റോഡിൽ നിന്ന് തെന്നിമാറിയ കാറിന് തീപിടിക്കുകയുമായിരുന്നുവെന്ന് BBC റിപ്പോർട്ട് ചെയ്തു. കത്തിയ കാറിൽ നിന്ന് രക്ഷപ്പെടുക എന്നത് അസാധ്യമാവുകയും ദാരുണ ദുരന്തമുണ്ടാവുകയും ചെയ്തു. അപകടത്തിന് പിന്നാലെ സ്പാനിഷ് സിവിൽ ഗാർഡും സമോറയിലെ അഗ്നിരക്ഷാസേനയും വൈദ്യസംഘവും എത്തിയെങ്കിലും താരങ്ങളെ രക്ഷിക്കാനായില്ല. പ്രീമിയർ ലീഗിൽ ലിവർപൂളിന്റെ കിരീട നേട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച ജോട്ട നേഷൻസ് ലീഗ് ഫൈനലിൽ സ്പെയിനിനെ തകർത്ത് കിരീടം നേടിയ പോർച്ചുഗൽ ടീമിലും അംഗമായിരുന്നു. 2020 ജോട്ട ലിവർപൂളിലെത്തുന്നത്. ജോട്ടയുടെ സഹോദരൻ 26-കാരനായ ആന്ദ്രേ സിൽവ പോർച്ചുഗീസ് രണ്ടാം നിര ക്ലബ്ബായ പെനാഫിയേലിന്റെ താരമായിരുന്നു.